സ്നേഹമുള്ള യാത്രക്കാരെ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. കാരണം എല്ലാവരും യാത്രയ്ക്കായി ഒരുങ്ങുന്നതാണ്. അപ്പോൾ എനിക്ക് രണ്ട് കാര്യം പറയുവാനുള്ളത് യാത്രയെ പറ്റി തന്നെയാണ്. മനുഷ്യന്റെ യാത്രയെ പറ്റി വിശുദ്ധ ബൈബിളിൽ പറയുന്നത് രണ്ട് വിധം യാത്ര ചെയ്യുന്നവരാണ്. ഒന്നാമത്തെ യാത്ര എന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയിൽ കൂടിയുള്ള യാത്ര. ഇടുങ്ങിയ വഴിയിൽ കൂടിയുള്ള യാത്ര എന്ന് ബൈബിൾ പറയുന്നത് ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനേക പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുകയും യാതൊരു പ്രത്യാശയുമില്ലാതെ നിരാശയോടെ മുൻപോട്ട് ജീവിതം നയിക്കുന്നവരെയുമാണ് ഇടുങ്ങിയ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നവരായി തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ അവരുടെ യാത്രയിൽ അവർ ദൈവത്തിൽ ആശ്രയിക്കും. മറ്റാരും അവർക്ക് സഹായത്തിനില്ല, ആരും അവരെ സഹായിക്കാനുമില്ല. അപ്പോൾ അവർക്ക് യാതൊരു പ്രത്യാശയുമില്ല, ഇല്ല എന്നെ ഞാൻ സഹായിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ ദൈവത്തിൽ മാത്രമേ അവർക്ക് പിന്നീട് ആശ്രയിക്കുവാനുള്ളൂ. അവർ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കുകയും അവരെ സഹായിക്കുകയും അവർ വീണു പോകാതിരിക്കുവാൻ അവരെ പരിപാലിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെ അത് സഹിഷ്ണുത എന്ന് പറയും. അവർക്ക് സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ഒരു വലിയ കഴിവ് ദൈവം അവർക്ക് കൊടുക്കും. അങ്ങനെയുള്ളവരുടെ യാത്ര അവസാനിക്കുന്നത് വലിയ അനുഗ്രഹത്തിലേക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കും തന്നെ ആയി. എന്നാൽ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് വിശാലമായ വഴിയാണ്. ഒന്നും നോക്കുവാനില്ല, എങ്ങനെ വേണമെങ്കിലും ആ വഴിയിൽ കൂടി യാത്ര ചെയ്യാം, എപ്രകാരം വേണമെങ്കിലും ജീവിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി. ആ വഴിയുടെ അവസാനമോ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അടുത്ത് ആ ന്യായാസനത്തിൻ്റെ മുൻപിൽ അവരൊരിക്കൽ നിൽക്കേണ്ടി വരും. അതാണ് രണ്ടാമത്തെ യാത്ര. വിശാലമായ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന മനുഷ്യന്റെ അവസാനം അപ്രകാരമാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം പറയുന്നത് കൃപയെ പറ്റിയാണ്. വലിയ കൃപ, അത് അത്യന്തമായ ശക്തി മനുഷ്യന് ലഭിക്കും. അത്യന്തമായ ശക്തി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നവരാണ് വലിയ കൃപ പ്രാപിക്കുന്നവർ. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാനുള്ള ശക്തിയാണ് ദൈവം കൊടുക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം അത് തന്നെയാണ്. തിരുവെഴുത്ത് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്ന്. അപ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം നമ്മെ നടത്തും. അപ്പോഴാണ് നമുക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാകുന്നതും നാം സ്നേഹിക്കുന്നതും നമ്മെ സ്നേഹിക്കുന്നതും എന്നൊക്കെ തിരുവെഴുത്ത് പറയുന്നു, ബോധ്യപ്പെടുത്തുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയല്ലേ എന്ന് പരിശോധിക്കുമ്പോൾ, ഓരോ ഹൃദയവും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്നേഹിക്കുവാൻ വേണ്ടി നാം അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് നമ്മുടെ സ്നേഹം ആവശ്യമില്ല. അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മറിച്ച് നമ്മളും അപ്രകാരം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം വിസ്മരിക്കുവാൻ പാടില്ല. അത് ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോഴാണ്
ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. അതിനാണ് യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന്. സുവിശേഷം എന്നതോ യേശുക്രിസ്തു തന്നെയാണ്. അത് സമാധാനവും സന്തോഷവും സ്നേഹവുമാണ്. സ്നേഹമില്ല എങ്കിൽ എന്താ ഒന്നുമില്ല എന്നും തിരുവെഴുത്ത് പറയുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായി തന്നെ നിന്നുകൊണ്ടാണ് ദൈവം ഈ ലോകത്തോട് സംസാരിക്കുന്നത്. അതാണ് എല്ലാവരും മാനസാന്തരപ്പെടുവിനെന്ന് കർത്താവായ യേശുക്രിസ്തു ലോകത്തെ ബോധ്യപ്പെടുത്തിയത്. ഉറങ്ങിക്കിടക്കുന്നതായ ലോകത്തെ ഉണർത്തുവാൻ സുവിശേഷത്തിന് കഴിയും. ആ സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിന് ഉദാഹരണമല്ല, യാഥാർത്ഥ്യം തന്നെയാണ് ചരിത്രപരമായ സത്യം. യെരൂശലേം ദേവാലയമായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദേവാലയം. 3-4 ദിവസങ്ങളല്ലെങ്കിൽ ആഴ്ചകൾ യാത്ര ചെയ്താണ് അവിടെ നിന്നൊക്കെയും ജനം വന്ന യെരൂശലേം ദേവാലയത്തിൽ ആരാധിക്കുന്നത്. എന്നാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൻ്റെ നടുവിൽ കൂടി ഒരു ചുവരുണ്ടായിരുന്നു. ആ ചുവരിൻ്റെ ഒരു സൈഡിൽ യഹൂദന്മാരും മറു സൈഡിൽ ജാതികളുമായിരുന്നു ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. അപ്രകാരമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളാണ് സകല മനുഷ്യരും. ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ ധാരാളമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ദേവാലയം ഒരിക്കൽ ഇടിച്ചു നിരത്തുവാനും അതിന് തീ വെച്ച് അതിനെ നശിപ്പിക്കുവാനും ഇടയാകുവാനുള്ള കാരണം ഇത് തന്നെയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കൾ രണ്ടായി തിരിഞ്ഞിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും ഉണ്ടാകുകയില്ല. അത്തരം ആലയങ്ങളെ ദൈവം നശിപ്പിച്ച് കളയുമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. അത് ചരിത്രപരമായ സത്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. AD 70 തീത്തൂസ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് യെരൂശലേം ദേവാലയത്തെ ഇടിച്ചു തകർത്ത് തീ വെച്ച് നശിപ്പിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെയും വഴികളെ പറ്റി പറയുമ്പോൾ 2 വഴികൾ അവിടെ കാണുവാൻ നമുക്ക് കഴിയും. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പണിത വീടിൻ്റെ മുകളിലേക്ക് മഴയും കാറ്റും അടിച്ചപ്പോൾ ആ വീട് നശിച്ചു പോയില്ല. ആ വീട് നിലനിൽക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിതപ്പോഴോ അത് കാറ്റും മഴയും വന്നപ്പോൾ പ്രിയമുള്ളവരെ അത് തകർന്നു പോയതായി കാണുവാനും കഴിയുന്നുണ്ട്. ഇപ്രകാരമാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇടുങ്ങിയ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ദൈവം അവനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ആ ദൈവം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഈ ചെറിയ കാലഘട്ടത്തിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ധൈര്യമായി തന്നെ മുൻപോട്ട് പോകാം. കാരണം യേശു നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ വർഗത്തിന് വേണ്ടി അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്രകാരമായിരിക്കുന്നവരുടെ ഹൃദയത്തിൽ യേശു വസിക്കുകയും കർത്താവായ യേശുവിന്റെ 2ാമത്തെ വരവിൽ അവരൊക്കെയും അവരോട് കൂടെ എടുക്കപ്പെടുകയും ചെയ്യുമെന്ന് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുകയാണ്. ആകാശത്തിന്റെ താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല എന്ന് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുന്നു. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹം നിലനിൽക്കുന്നു. സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളിൽ കൂടി അനേക കാര്യങ്ങൾ ഈ ലോകത്ത് പ്രവർത്തിക്കും. അതിനുവേണ്ടിയാണ് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കണമേ എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 2 പേർ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ മാറി നിന്നുകൊണ്ട് അഭിമാനപൂർവ്വം ദൈവത്തോട് പറയുകയാണ്, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, എനിക്ക് ലഭിക്കുന്ന എല്ലാ സമ്പത്തിൽ നിന്നും ദൈവത്തിന് പ്രധാനം കൊടുക്കുന്നു. എന്നാൽ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ, അവൻ ദൈവസന്നിധിയിൽ വരുവാൻ യോഗ്യനല്ല എന്നവിടെ ഈ മനുഷ്യൻ പറഞ്ഞു ഉറപ്പിക്കുമ്പോൾ ചുങ്കക്കാരനായ മനുഷ്യൻ അകലെ മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ചെവി കേൾക്കണമേ, എന്നെ സഹായിക്കണമേ, മറുപടി പറയണമേ, എന്നെ രക്ഷിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ആ മനുഷ്യൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം കേട്ടത്? ഒരു മനുഷ്യൻ സ്വയം ഏറ്റു പറയുകയാണ്, ഞാൻ ചുങ്കക്കാരനായതിനാൽ
ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും യോഗ്യനല്ല എന്ന ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിച്ചത്. എന്നാൽ അഭിമാനത്തോടു കൂടി എല്ലാത്തിനും പ്രസാരം കൊടുക്കുന്നുവെന്നും ഉപവസിക്കുമെന്നും പറഞ്ഞ് ആ മനുഷ്യന്റെ പ്രാർത്ഥനയോ അത് ദൈവത്തിന് ഇഷ്ടമുള്ളതോ ദൈവത്തിന് പ്രസാദമുള്ളതോ അല്ലായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ ഇരുവഴികളിൽ കൂടി യാത്ര ചെയ്യുന്ന മനുഷ്യരാണ് സകലരും. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കൂടിയാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത് എങ്കിൽ തീർച്ചയായും നാം ദൈവത്തോട് അപേക്ഷിക്കും, ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു വിടുതലൊരു മോചനം, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ രക്ഷിക്കണം, ഞാൻ തളർന്ന് വീഴാറായിരിക്കുന്നു, എന്നെ സഹായിക്കുവാൻ വേറെ ആരുമില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യനെ ദൈവം കൈവിടുകയില്ല. ആ മനുഷ്യനെ ദൈവം എപ്പോഴും തൻ്റെ ബലമുള്ള കയ്യിൽ താങ്ങിപ്പിടിക്കും എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അവരുടെ ജീവിതം അവസാനിക്കുന്നതോ ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ആ ഇടത്തായിരിക്കും. എന്നാൽ വിശാലമായ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന മനുഷ്യനോ ഒടുവിൽ നശിച്ചു പോകുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൻ ദൈവത്തിന്റെ ന്യായവിധിക്കായി ഒരുങ്ങിയിരിക്കുകയാണ് എന്നും തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷിതാവായ യേശുവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കണമേ എന്ന അപേക്ഷയും പ്രാർത്ഥനയും മാത്രമേ എനിക്ക് ചെയ്യുവാനുള്ളൂ. ദൈവമായ കർത്താവ് സകല മനുഷ്യരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവത്തോടും ധനവാനായ ഒരു മനുഷ്യൻ പോലും ഇല്ല. ദൈവത്തിന്റെ കയ്യിൽ സകലതുമുണ്ട്. അതെല്ലാം മനുഷ്യന്, തന്റെ സൃഷ്ടിയായ മനുഷ്യന് തന്റെ മക്കൾക്ക് നൽകുവാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവത്തോട് നാം അപേക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് സകലതും തരും. അതിന് നമ്മൾ അർഹതപ്പെട്ടവരായി തീരുവാൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കണമേ എന്ന അപേക്ഷയോടും കൂടി സകലത്തിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എപ്പോഴും എന്നും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.